ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ സംസാര വിഷയം ഉണ്ണിമൂന്ന് തന്നെയാണ്. നമ്മൾ എങ്ങനെ വെച്ചാൽ ഇപ്പം അതിൻ്റെ സന്തോഷം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പങ്കുവെച്ചാണ്. ഉണ്ണിമുകുന്ദൻ ഈ ഒരു നിലയിലെത്തിയ ഉള്ള സന്തോഷം നമ്മൾ ഭയങ്കരമായിട്ട് അത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്നാലും ചില നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ബ്രൗസ് ചെയ്യുമ്പോഴും ഷോർട്സ് കാണുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപാട് ചില ചെറിയ ഷോർട്ട് വീഡിയോസ് വരും. അപ്പോൾ അത് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഗൂസ് ബം മൊമെന്റ്സോ ഒരു റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന ആ ഒരു ചില വീഡിയോസ് കാണുമ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്തു വെക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ണിമുകുന്ദൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ കാരണം അതിന് കൂടെ കുറച്ച് സംസാരിക്കാനുണ്ട് ആ ഒരു മാറ്ററിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ ഒരുപാട് മാറ്റർ ഞാൻ സംസാരിക്കേണ്ടത് എനിക്കറിയില്ല, എന്നാൽ പോലും ഒരു ഔട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് സംസാരിക്കുകയാണ്. ഉണ്ണിമുകുന്ദനെ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എന്താണ് നമ്മളിപ്പം എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ ഈ ഒരു ഇപ്പോഴത്തെ റീച്ചിൽ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്യുന്നതും ഞാൻ തന്നെ എൻ്റെ ചാനൽ ഇത്രത്തോളം വീഡിയോസ് ചെയ്യുന്നതും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്താണ് നമുക്ക് പേഴ്സണലി ഇത്ര ഒരു വലിയ സന്തോഷം എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇടയ്ക്ക് നമ്മൾ തമാശ രീതിയിലും പറയാം, നമ്മൾ ജനിച്ചു വളർന്ന മുതലേ ഒരു മോഹൻലാൽ ഫാനാണ്. അത് എങ്ങനെയാണ് ആ ലാലട്ടൻ ഒരു സൂപ്പർ സ്റ്റാർഡം ആകുമ്പോൾ നമ്മൾ ജനിച്ചിട്ടില്ല, 86-ൽ. സോ എന്നാലും ആ ടൈമിൽ ഒരു ആക്ടർ സൂപ്പർ സ്റ്റാർ ആവുന്ന ടൈമിൽ കണ്ടും കേട്ടും അത് അറിഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള എല്ലാ മൊമെന്റ്സും നമ്മൾ ലാലേട്ടൻ്റെ ആണെങ്കിൽ നമ്മൾ എല്ലാം അറിയാം നമുക്ക്. പക്ഷേ ആ ഒരു ഇപ്പം ഉണ്ണിമുകുന്ദൻ നമ്മൾ ഉണ്ണിമുകുന്ദനെ കാണുന്നത് കുറെ വർഷമായിട്ട് പെട്ടെന്ന് അതും വെറും സൂപ്പർ സ്റ്റാർ അല്ല, ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി ഉണ്ണിമുകുന്ദമായി നമ്മൾ നേരിട്ട് അറിയാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമാണോ ഇങ്ങനെ കുറെ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പേ നമ്മൾ പൃഥ്വിരാജ് ബുദ്ധിമുഖം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏകദേശം ചെറുങ്ങനെ ഈ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മലയാളത്തിലൊരു സ്റ്റാർ, മലയാളത്തിൽ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയി അടുത്ത നിരയിലേക്ക് ഉയർന്നു അത്. പക്ഷെ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചോളം കാരണം നമ്മൾ ഈ ഒരു പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടേമൊക്കെ കുറച്ച് കാലമായിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആക്ടിങ് എന്ന ടാലൻസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതിനൊരു ബന്ധമില്ല. പക്ഷേ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേൾക്കാനും കാണാനും ആ ഒരു സ്വാഗും ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രഭാസും യശും പോലത്തെ ആൾക്കാരൊക്കെ. അപ്പം ആ ഒരു നിരയിലേക്കാണ് ഉണ്ണിമുകുന്ദൻ ചുമ്മാ കാരണം നമ്മളിപ്പോൾ പറയും ഇപ്പം പലരും പറഞ്ഞു വരുന്നുണ്ട് ഒന്നാമത്തെ നിര മലയാളത്തിൽ എപ്പോഴും ലാലേട്ടന് മുമ്പിലാണ്. ഇപ്പം ഉണ്ണിമുകുന്ദനെ രണ്ടാമത്തെ നിലയിലെ ഏറ്റവും വലിയ ആളാണ് ഉണ്ണിമുകുന്ദൻ എന്നാണ് ഇപ്പം പലരും പറയുന്നത്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഈ ഒരു റീച്ച്, ഈ ഒരു വളർച്ച, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുഡ് ലുക്കിംഗ് ഹാൻഡ്സം ഗൈ ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേ വേഷങ്ങൾ നല്ല ചെയ്തുകൊണ്ട് നമുക്ക് പക്ഷെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ഒരു ദേഷ്യം ഒന്നുമില്ലാതെ ഇഷ്ടം തോന്നുന്ന ആക്ടർ. നമ്മൾ ഫാൻ ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ചില ആക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ആക്ടറായിരുന്നു ഉണ്ണിമുകുന്ദൻ. അപ്പം ആ അദ്ദേഹത്തിന് ഈ ഒരു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ നമ്മൾ ചുമ്മാ പലരെയും പറയുമെങ്കിലും ഒരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറിയപ്പം എനിക്ക് തോന്നുന്നു അത് നമ്മൾ കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ ഒരു ലെവലിലേക്ക് വളർന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ല. എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രിയാണ് നമ്മളെ നേറ്റീവ്. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഉണ്ണിമുകുന്ദൻ എത്തിയത് ഇപ്പോൾ നമ്മളെ ടോവിനെ എത്തിയാലും എനിക്ക് തോന്നുന്നു ആരെത്തിയാലും നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ഉണ്ണിമുകുന്ദനോട് ഒരു ഇഷ്ടം ഉള്ളിൽ പണ്ട് മുതലുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വല്ലാതെ ഒരു എക്സൈറ്റ്മെന്റ്, അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എന്തോ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ പോലെയാണ് ഉണ്ണിമുകുന്ദൻ അവിടെ എത്തിയപ്പോൾ തോന്നുന്നത്. അതിന് ഇതാവുന്ന കുറേ വീഡിയോസ് ഉണ്ട് ഉണ്ണിമുകുന്ദൻ. കാരണം ഉണ്ണിമുകുന്ദനെ കൂടുതൽ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഞാൻ കാണാറുണ്ടെങ്കിൽ പോലും ഇപ്പം കുറേ ഇന്റർവ്യൂസ് കണ്ട് അദ്ദേഹത്തിന്റെ റിയൽ ആയ ജെന്യുവൻ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ ശരിക്കും നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. ഒരു പേഴ്സൺ, ഒരു ആക്ടർ ആണെങ്കിൽ പോലും അവരെ ഇഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആ ക്യാരക്ടറും കൂടി നമ്മൾ നോക്കുമെന്ന്. അത് ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് പൊതുവെ അങ്ങനത്തെ ആൾക്കാർ എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വെരി ഹമ്പിൾ ഒരു ഹ്യൂമൻ ബീങ് പൊതുവെ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിനോട് ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന അങ്ങനെ അത്തരം ക്യാരക്ടറാണെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പം വലിയ വലിയ സെലിബ്രിറ്റീസ് അത് കാണിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കണ്ണിൽ അവർ വലിയ ആൾക്കാരാണ്, പക്ഷെ അവർ ഒരു ഹമ്പിളായിട്ട് നമ്മളെ മുമ്പിൽ സംസാരിക്കുമ്പോഴും നമ്മൾ അവരുടെ വീഡിയോസ് ഇന്റർവ്യൂസ് കാണുമ്പോഴും നമുക്ക് അവരുടെ ഇഷ്ടം കൂടുക. അതുകൊണ്ടാണ് നമുക്ക് ആ ഇഷ്ടം കൂടുന്നത്. കാരണം ഒരു സാധാരണക്കാർ ഒരു ഹമ്പിളാണെങ്കിൽ പോലും നമുക്ക് അവരോട് ഒരു ചെറിയ ഇഷ്ടം തോന്നും. അപ്പം വലിയൊരു സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിൽ കൽപ്പിച്ച വലിയ ആക്ടേഴ്സ് അവർ ഇങ്ങനെ പെരുമാറുമ്പോൾ നമുക്കത് ഭയങ്കര അവരുടെ ഇഷ്ടം ഇരട്ടിയാവും. അതാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഈ ക്യാരക്ടറും ഈ ജെനുവിനിറ്റിയും ഒക്കെ കണ്ട് അതിനുള്ള ഫാൻ ഫോളോവേഴ്സ് കൂടാണ്, സ്നേഹം ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി കൊടുത്ത ഇന്റർവ്യൂസ് എസ്പെഷ്യലി വേറെ ലാംഗ്വേജിലാണെങ്കിൽ പോലും ഞാനിപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എന്ത് സ്ട്രോങ് ആയിട്ടാണ് ഓരോ മാറ്റേഴ്സും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഏത് മാറ്ററെ കുറിച്ചാണ് ഇങ്ങനെ ഞാൻ ആരും സംസാരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം കുറുക്കിക്കൊള്ളുന്ന പോലെ തന്നെ ഓരോ പോയിന്റ് ബൈ ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് പല അദ്ദേഹത്തിൻ്റെ കമൻറ്റും ഭയങ്കര ആക്റ്റീവായിട്ട് തോന്നും. നല്ലൊരു
ഭയങ്കര എന്താ പറയുക ബോൾഡായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഓരോ ഇന്റർവ്യൂസ് കാണുമ്പോൾ. സോ അങ്ങനെയുള്ള ഒരാള് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അദ്ദേഹം ഫസ്റ്റ് ഓഡീഷൻ കൊടുത്തത് മുതൽ ഫസ്റ്റ് ഓഡീഷൻ മുതൽ അദ്ദേഹം ഇപ്പം ഇത് നിൽക്കുന്ന അതുവരെയുള്ള ഒരു ചുമ്മാ ചെറിയൊരു 30 സെക്കൻഡിന്റെ വീഡിയോ ആണ്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു ചുമ്മാ നല്ലൊരു വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര ഒരു ഗൂസ്പം മൊമെന്റ്സ് ആ വീഡിയോ കണ്ടപ്പോൾ കിട്ടി. അത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്ര സംസാരിച്ചത് കാരണം മെയിനായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടോക്കാം. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷൻ നിങ്ങൾക്ക് അവിടെ പോർട്രേ ചെയ്യും? ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അതെന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്കവിടെ നന്നായിട്ട് 2 minutes to think, maximum 5 minutes. ചെറിയ ഞാൻ പറഞ്ഞ 30 സെക്കൻഡ് വീഡിയോ ആണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കമായ സ്മൈലിയെ കാണുമ്പോൾ നമുക്ക് കാരണം അങ്ങനെ വന്ന ഒരാള് ഈ ഒരു ലെവലിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് നമ്മൾ ആരുമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ പേഴ്സണലി നമ്മൾ എന്ത് വെച്ച് ഫീല് വരുന്നുണ്ട് എപ്പോഴും. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇതിനായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ട്. അദ്ദേഹം 4 മണിക്കൂർ ട്രെയിനിലത് 4 മണിക്കൂർ ട്രാവൽ ചെയ്യും. അതായത് അദ്ദേഹം +2 കഴിഞ്ഞ മുതലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ചേസിങ് മൂവീസ്. അതായത് അദ്ദേഹം അപ്പോഴും അദ്ദേഹം താമസിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നിന്ന് ഓരോരുത്തരായി വിളിക്കും. അദ്ദേഹം കേരളത്തിലുള്ള ഒരുപാട് പേരായിട്ട് സംസാരിച്ച് ഫോൺ വഴി ആദ്യം സംസാരിച്ചിട്ട് ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യും. ഒരു ഓഡീഷൻ പോലത്തെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അദ്ദേഹം ലീവ് എടുത്തിട്ട് അദ്ദേഹം 4 മണിക്കൂർ ട്രെയിനിൽ കയറി വന്ന് ചിലപ്പോൾ നമ്മൾ തൃശ്ശൂരോ കോഴിക്കോടൊക്കെ വന്ന് ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം അറിയാം എന്താണ് ഇന്ന് മീറ്റിംഗ് നീട്ടി വെച്ചു, മീറ്റിംഗ് നെക്സ്റ്റ് ഒരു പോസ്റ്റ്പോൺ ചെയ്തു, അടുത്ത ഡേറ്റിലേക്ക് വെച്ചു എന്ന്. അത് ഒരു പരാതി ഒന്നും പറയാതെ അദ്ദേഹം തിരിച്ച് അതേപോലെ 4 hours ട്രാവൽ ചെയ്ത് തിരിച്ച് ഗുജറാത്തിലേക്ക് പോകും. ആ പരാതി അദ്ദേഹം അപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഞാനിത് ഈ മീറ്റിംഗ് ഫിക്സ് ചെയ്ത ആൾക്ക് പോലും അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ഇത്ര ട്രാവൽ ചെയ്ത് വരികയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം അറിയിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇനി ആ കാരണം കൊണ്ട് വേണ്ട എന്തിനാ എത്ര ആളെ കഷ്ടപ്പെടുത്തുന്നു, കേരളത്തിൽ നിന്ന് വേറെ ആരെങ്കിലും വിളിക്കാലോ എന്നുള്ളൊരു തോട്ട് ആ ഓഡീഷൻ നടത്തുന്ന ആ ഒരു സിനിമാക്കാർക്ക് തോന്നണ്ട വിചാരിച്ചിട്ട് അതുപോലും പറയാതെ ഇന്നൊന്നും പറയുന്നത് എത്രയോ തവണ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യവും നടക്കാതെ തിരിച്ചു പോയിട്ടുണ്ട് പോലും. അങ്ങനെ വന്ന ഒരാള് അതിനുശേഷം ഒരു ലോഹിതദാസിനൊരു കത്ത് എഴുതിയിട്ട് അതിലെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗി കണ്ടിട്ട് ലോഹിതദാസ് അത് നോട്ട് ചെയ്യുകയും അദ്ദേഹത്തിനെ തിരിച്ച് വിളിക്കുന്നു, അദ്ദേഹത്തിനെ നാട്ടിലേക്ക് വിളിക്കുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഉണ്ണിമുകുന്ദന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കിതിപ്പോൾ എത്ര പേർക്ക് ഇതൊക്കെ അറിയാമെന്നറിയില്ല, വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാം. സോ അങ്ങനെ തുടങ്ങി ഇപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ഉണ്ണീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.